നമസ്കാരം. ഫ്രാങ്കോ മൂളക്കലിൻ്റെ അതിക്രമത്തിനിരയായ അതിജീവിത, ഇതുവരെ അവർ അതിജീവിതയായിരുന്നു. ഇപ്പോൾ അവർ ഇനി അങ്ങനെ ഒരു മറപ്പേര് എനിക്ക് വേണ്ട, ഒരു സ്ക്രീൻ വേണ്ട, ഞാനിതാ ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നു, നിങ്ങൾ എൻ്റെ മുഖം കാണിക്കൂ, എൻ്റെ മനസ്സ് ലോകത്തോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ വന്ന് ഏഷ്യാനെറ്റിന് ദീർഘമായ ഇൻ്റർവ്യൂ കൊടുത്തു. അവർ സിസ്റ്റർ റാണിറ്റ് എന്നാണ് അവരുടെ പേര്. അവർ പേര് വെളിപ്പെടുത്തി, മുഖം വെളിപ്പെടുത്തി, ഇനി ഞാൻ അതിജീവിതയല്ല, ഞാൻ പോരാളിയാണ് എന്ന് പറയുകയാണ്. സുപ്രീം കോടതി വരെ ഞാൻ പൊരുതും, അന്തിമമായി നീതി കിട്ടുന്നത് വരെ നീതിക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുമെന്നൊക്കെ അവർ വെളിപ്പെടുത്തുകയാണ്. 13 തവണയാണ് ഞാൻ ഫ്രാങ്കോയുടെ അക്രമത്തിനിരയായത്, ബലാത്കാരത്തിനിരയായത്. പ്രാണനിൽ കൊതിയുള്ളത് കൊണ്ടാണ്, ജീവാപായത്തിൻ്റെ ഭീഷണി ഉള്ളത് കൊണ്ടാണ് എനിക്ക് പുറത്ത് പറയാൻ സാധിക്കാതിരുന്നത്. വീട്ടിൽ പോലും പറയാൻ പറ്റുമായിരുന്നില്ല. ഈ മഠഞ്ചാടി എന്നൊരു ദുഷ്പേരുണ്ടായാൽ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കുടുംബം പോലും എന്നെ സ്വീകരിക്കുമായിരുന്നില്ല. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം നിലകൊണ്ട 2 മറ്റു സിസ്റ്റർമാർക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത് മഠത്തിനകത്താണെങ്കിൽ പോലും യാതൊരു സഹായവും ഇല്ലാതെ ഒറ്റപ്പെട്ട് തയ്യൽ ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു അതിജീവിത സ്വന്തം പേരും മുഖവും വെളിപ്പെടുത്തി കന്യാസ്ത്രീ മഠത്തിനകത്ത് നടക്കുന്ന പാതിരിമാരുടെ അക്രമത്തിനിരയായി രംഗത്ത് വരുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും CR നീലകണ്ഠൻ സാറ് ഇവരോടൊക്കെ എപ്പോഴും, ഇത്തരം ഇരകളോട് എപ്പോഴും ഐക്യപ്പെട്ട് നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തകനായ ശ്രീ പ്രശാന്ത് പ്ലാന്തോട്ടവും നമ്മളോടൊപ്പം ഉണ്ട്. CR, എങ്ങനെ കാണുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ? എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. എപ്പോൾ ഇവർ വെളിപ്പെടുത്തും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. തുടക്കം മുതൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇരയായ ആളാണ്. ഇര എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രസത്തിലല്ല, ആ സിസ്റ്റം അങ്ങനെയാണ്. തീർത്തും ജനാധിപത്യ വിരുദ്ധവും ആ വലിയ ആധിപത്യ ക്രമത്തിലുള്ള ഒരു സംവിധാനമാണ് സഭ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. ആ സഭയ്ക്കകത്ത് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. നമ്മൾ തന്ത്രിയെ പറ്റി പറയുന്ന പോലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, പിതാവ്. അപ്പോൾ പിതാവ് എന്നാണ് അവർ വിളിക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരൊക്കെ അച്ഛൻ എന്ന് വിളിക്കുമെങ്കിൽ ഇദ്ദേഹത്തിനെയാണ് പിതാവ് എന്ന് വിളിക്കുക. അപ്പോൾ പിതാവായ ഇദ്ദേഹം ഈ സിസ്റ്ററിനെ, ഇപ്പോൾ നമുക്ക് പേര് പറയാം, അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്, സിസ്റ്റർ റാണിറ്റിനെ 13 തവണ പീഡിപ്പിച്ചു. അവർ പലവട്ടം സഭയ്ക്ക് പരാതി കൊടുത്തു, പലരോട് പറഞ്ഞു സഹിക്കൂ, ക്ഷമിക്കൂ, അനുസരണം, ദാരിദ്ര്യം ഒക്കെയാണ് മറ്റേ കന്യാസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അനുസരണമാണ് പ്രധാനം. അനുസരണം ആരോടാണ്? അനുസരണം ദൈവത്തോടാണ്, അനുസരണം ബിഷപ്പിനോടല്ല. പക്ഷെ അവർക്കത് നേരിടേണ്ടി വന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. വീട്ടിൽ പോലും പറഞ്ഞാൽ പ്രശ്നമാണ്. പുറത്താളുകളോട്, ഇവരുടെ കൂടെ നിന്ന കുറച്ച് കന്യാസ്ത്രീകൾ, കുറച്ച് പേർ മാത്രം, ഒരു 3, 4, 5 പേർ മാത്രമാണ് ഇവരോട് ഉറച്ചു നിന്നത്. ഇവരുടെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ, ഞാൻ ആ സമരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്ന ആളാണ്, ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പക്ഷമുണ്ട്. ഞാൻ പക്ഷമില്ലാതെ നിഷ്പക്ഷമായി പറയുന്ന ഒരാളല്ല ഇതിൽ. അതിന് കാരണം ഇരകളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതിന്. ഇവരുടെ കൂടെയുള്ള 4 കന്യാസ്ത്രീകൾ ഇവിടെ എറണാകുളത്ത് സമരപന്തലിൽ വരുന്നു. ഈ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണം എന്നും അദ്ദേഹത്തെ വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുള്ള സമരമാണ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഏതാണ്ട് എല്ലാവരും, പ്രത്യേകിച്ചും ഇടതുപക്ഷം അടക്കം മുഴുവൻ ആളുകൾ അവിടെ വന്നു, ആ വേദിയിൽ വന്നു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സുനിൽ പിളയിടം, അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പ്രഖ്യാതമായ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില അച്ഛന്മാർ വന്നിട്ടുണ്ട്, എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാർ വന്നിട്ടുണ്ട്. ആ സമരം വളരെ ശക്തമാവുകയും ബിഷപ്പ് ഫ്രാങ്കോയെ അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു. ബിഷപ്പ് ഫ്രാങ്കോ 70 ദിവസത്തെ ജയിലിൽ കിടന്നു. പക്ഷേ അതിലേറ്റവും ഞെട്ടിച്ചൊരു കാര്യം അതിൻ്റെ വിധിയാണ്. ഞെട്ടിച്ചൊരു കാര്യം, നമ്മളിപ്പോൾ ദിലീപിൻ്റെ കേസിൽ ഒക്കെ പറഞ്ഞതുപോലെ വിധി നമ്മളെ ഞെട്ടിച്ചു. കാരണം ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ്റെ കൂടെ നിന്നു. എല്ലാം കഴിഞ്ഞു. ജഡ്ജി, ആ മജിസ്ട്രേറ്റ് ഇതിൻ്റെ വിചാരണ സമയത്ത് ഇവരെ ഈ ഭയങ്കരമായ പീഡനം, ഈ ഇരകളെ സംബന്ധിച്ചിടത്തോളം വിചാരണയാണ് ഏറ്റവും വലിയ പീഡനം. ഒരു പക്ഷേ ബലാത്സംഗം ചെയ്തതിനേക്കാൾ വലിയ പീഡനം എവിടെയാണ്? അവിടെ പഠിച്ചോ, ഇവിടെ പഠിച്ചോ, അങ്ങനെയുള്ള ഇവരെ അങ്ങ് ഇല്ലാതാക്കും. നിങ്ങളെന്താ പറയാതിരുന്നേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ മറ്റ് പല കേസുകളിൽ ഇതിനുള്ളൊരു വ്യത്യാസം ഞാൻ കണ്ടത്, മറ്റ് പല കേസുകളിൽ ഇപ്പോൾ ബലാത്സംഗ കേസ് വന്നാൽ ആദ്യത്തെ ചോദ്യം ഇവർക്ക് പ്രായപൂർത്തിയായോ, 2 കൺസെൻ്റ് ഉണ്ട്.
കൺസെൻ്റ് ഉണ്ടെങ്കിൽ ബലാത്സംഗമല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ കേസിൽ വരുമ്പോൾ ബലാത്സംഗം ഒന്നും നിൽക്കാമുള്ള, കാരണം കൺസെൻ്റ് ഉണ്ട്, പ്രായപൂർത്തിയായവരുമാണ്. ഇവിടെ പ്രായപൂർത്തിയായിട്ടുണ്ട്, കൺസെൻ്റ് ഇല്ല, ഫോഴ്സ്ഡ് കൺസെൻ്റാണ്. അതാണല്ലോ ഇവരുടെ വാദം. ഇപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ കസ്റ്റോഡിയൽ റേപ്പ്. കസ്റ്റോഡിയൽ റേപ്പ് എന്ന നിയമത്തിലൊരു സംഗതി ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റേപ്പ് ചെയ്താൽ അയാൾക്ക് പറയുകയാണ് ഇവിടെ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചിട്ട് കാര്യമില്ല. ഇത് അതിനേക്കാൾ പ്രധാനമാണ്. കാരണം ഹയറാർക്കിയിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ കസ്റ്റോഡിയൽ റേപ്പ് തന്നെയാണത്. അതായത് അത് ഹയറാർക്കിയൽ കണ്ടീഷനാണ്. ഇതൊക്കെ ക്ലിയറാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ കൺസെൻറ്റിന് വേണ്ടി പോലും പ്രതിഭാഗത്തിന് വാദിക്കാൻ പറ്റില്ല. കാരണം കൺസെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും ബിഷപ്പ് റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. മനസ്സിലായി? അവർ അത്രയും ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യം ആണല്ലോ അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല വാദിച്ചത്. എന്തായാലും റേപ്പ് നടന്നു എന്നുള്ളത് കോടതിയിലെ വിസ്താരം കേട്ട മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. കൺസെൻ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷേ വിധി വന്നപ്പോൾ റാങ്കോയെ വെറുതെ വിട്ടു. അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ഞാൻ പോലുള്ള വേറെ പല കളികൾ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നതരായ ചില ജഡ്ജസ് ഇടപെട്ടിട്ടുണ്ട്, ചില വലിയ വക്കീലന്മാർ ഇടപെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ പിറ്റേ ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വക്കീൽ വിധി വന്ന് പിറ്റേ ദിവസം ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതുക. വിധി ഇന്ന് വന്നു, നാളെ. അപ്പോൾ ലേഖനം അന്നിരുന്ന് എഴുതാൻ പറ്റില്ല, നേരത്തെ തയ്യാറാക്കിയ ലേഖനമേ പറ്റൂ. വിധിന്യായത്തിൽ ന്യായങ്ങൾ മുഴുവൻ നമുക്ക് വിധിന്യായം കിട്ടുന്ന രാത്രി 12 മണിക്കാണ്. പക്ഷേ രാവിലെ ഇറങ്ങി ഹിന്ദുവിൽ അതുണ്ട്, ഇത് മുഴുവൻ വന്നു. അപ്പോൾ എനിക്ക് വളരെ ബഹുമാനമുള്ള വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിനോട് എനിക്കതിൽ വിയോജിപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ അതുണ്ട്. അപ്പോൾ പിന്നെ അപ്പീലാണ് പിന്നത്തെ മാർഗം. ഇവിടെ ഗവൺമെൻറ് വളരെ കാര്യമായി ഞങ്ങൾ ഇരയുടെ കൂടിയാണ്, അതിജീവിതയുടെ കൂടിയാണ്, മറ്റതാണ് മറിച്ചതാണ്. അത് മറ്റേ കേസിലും കണ്ടത്, ദിലീപ് കേസിലും കണ്ടല്ലോ, എല്ലാവരും അവരുടെ കൂടെയാണ്. പക്ഷേ PP ദിവ്യ വരെ ഇന്നലെ കൈപിടിച്ച് നിന്നിട്ടുണ്ട് ഇത് അതിജീവിതയ്ക്കൊപ്പം. പക്ഷേ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഒപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പീൽ സമയത്തിന് കൊടുക്കണം, അപ്പീൽ എടുപ്പിക്കണം. 4 കൊല്ലമായി അപ്പീൽ കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ല. പ്രോസിക്യൂട്ടറെ കൊടുത്തിട്ടില്ല. 2. അപ്പോൾ 4 കൊല്ലമായി അപ്പീൽ കൊടുത്തു. ഇവരൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഇവർ സിസ്റ്റർ കൊടുത്തിട്ടില്ല. ഇന്ന് എനിക്ക് വളരെ വിചിത്രമായി തോന്നി, കേരളത്തിൻ്റെ നിയമമന്ത്രി ശ്രീ P. രാജീവ്, ഞാൻ വാർത്തയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം, ഹൈക്കോടതിയിൽ ഞങ്ങൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുക്കാറില്ല, ഞങ്ങൾക്കിവിടെ DGP സംഗതിയൊക്കെ ഉണ്ടല്ലോ, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനൊക്കെ ഉണ്ടല്ലോ. ശരിയാണോ? കൊടുക്കാറില്ലേ? ഇല്ല എന്ന് പറഞ്ഞ് തെറ്റാണത്. ഞാൻ എനിക്ക് ഏറ്റവും നന്നായി നേരിട്ട് ഇടപെടാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മധു കേസ്, അട്ടപ്പാടി മധു കേസിൽ നമ്മളാണ് നമ്മളാ കേസ് മുഴുവൻ നടത്തിയത്. ആ കേസിൽ ഇപ്പോൾ പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടറെ. നിയമമന്ത്രിക്ക് നിയമം പോലും പറഞ്ഞു ഇതിൽ വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. വേറെ കേസുകളിലും ഉണ്ട്. ഞാൻ പൈക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞ് അത് തിരുത്തേണ്ടി വരും. അത് അസത്യമാണ്. അദ്ദേഹത്തിന് അറിയാതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുക്കുന്നില്ല? എല്ലാവരെയും പോയി കണ്ടു. മുഖ്യമന്ത്രിയെ പോയി കണ്ടു, DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനെ കണ്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടു. കോട്ടയം SP-യുടെ അടുത്ത് 2 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വിവാദമായ ഹരിശങ്കർ, അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. കേസിൽ അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ വളരെ പോസിറ്റീവായി കേസ് അന്വേഷിച്ചു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഇട്ടണോ, നമ്മളിപ്പോൾ അത്ര നിയമജ്ഞനല്ല, അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പം ഇതുവരെ 4 കൊല്ലമായിട്ട് ഈ കേസ് എടുപ്പിക്കാനോ, യഥാർത്ഥത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി എന്താ? ഈ കേസ് പരമാവധി വേഗം എടുപ്പിക്കലാണ്. അതൊരു വശം. അപ്പോൾ ആ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സിസ്റ്റർ പറയുന്നത്, എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ സിസ്റ്റേഴ്സ് സാധാരണ ഇവർക്ക് കിട്ടുന്ന ചെറിയൊരു അലവൻസിൻ്റെ പുറത്തും ഇവർക്ക് ചെറിയ ജോലികൾ കാര്യങ്ങൾ ചെയ്യാനും ഏതെങ്കിലും മഠം ഉണ്ടാവും, ആ മഠത്തിൽ നിന്നുള്ള വരുമാനം ഇവരുടെ അലവൻസിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി 1 രൂപ ഇവർക്ക് അലവൻസ് കൊടുത്തിട്ടില്ല. ഇവർ കുറവിലങ്ങാട് ഒരു മഠത്തിലാണ് 5 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു താമസിക്കുന്നത്. ഒരു പൈസയില്ല ഇവർക്ക്. അവിടെ 6 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കൃഷി ചെയ്യാൻ പോലും ഇവർക്ക് അനുവാദമില്ല. അവിടുത്തെ ജാതിയും തേങ്ങയൊക്കെ കോൺട്രാക്ട് കൊടുത്തിരിക്കുക. ഇവർക്ക് 500 തേങ്ങ എടുത്ത് കറിക്ക് അരയ്ക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്നിട്ട് അവർക്കെതിരെ നുണപ്രചരണം, മുസ്ലിം സംഘടനകൾ അവർക്ക് പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ഒരു മുസ്ലിം സംഘടന ഞാൻ കണ്ടിട്ടില്ല. അവരൊന്നും അവിടെ പോവില്ല. കാരണം അവർക്ക് അവരുടെ മതത്തിൽപ്പെട്ട അതിൽ വലിയ പ്രശ്നം. അതുകൊണ്ട് അവരൊന്നും അതിന് പോവില്ല. അപ്പോൾ ആരും അവർക്ക് സഹായമില്ല. അങ്ങനെയാണ് അവസാനം തയ്യൽ പണിയായിട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോലെയുള്ള ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വേറെ കുറേ ആളുകളാണ് അവർ സപ്പോർട്ട് ചെയ്യാനുള്ളത്. മുഖ്യമന്ത്രിയെ പോയി കണ്ടു എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയെ പല പ്രാവശ്യം കണ്ടു. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ കണ്ടു. എനിക്കറിയാമെന്ന് ഇതൊക്കെ നേരിട്ട് ഇവർ കണ്ടതാണ്. ഇതൊന്നും നടന്നില്ല. അപ്പോൾ അതുപോട്ടെ, അത് മുഖ്യമന്ത്രിക്ക് ഇവരെ സാമ്പത്തികമായി സഹായിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് ഇല്ല. ഞാൻ പറയുന്നു ഗവൺമെൻറ്റിനില്ല. പക്ഷേ വേറൊരു രീതിയുണ്ട്.
ഇവരുടെ ഒരു പോലീസിനെ നിർത്തിയിട്ടുണ്ട് അവിടെ, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച്, വിറ്റ്നസ് ആണല്ലോ, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ അനുസരിച്ച് പോലീസിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് ചെയ്തു കൊടുത്ത ഒരു കാര്യം. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ കാണും പോലീസുകാരുണ്ട്, അവർ വേറെ ജോലിയല്ലേ, അവർ പണിയല്ലേ. അപ്പോൾ ഇവരെങ്ങനെ ജീവിക്കുന്നു കഴിഞ്ഞ 4 വർഷമായി? ഈ ചോദ്യം വളരെ പ്രധാനം. ഒരു മനുഷ്യൻ്റെ, നമ്മൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ സംസ്ഥാനമാണല്ലോ. അപ്പോൾ ഒരു വരുമാനം ഇല്ലാത്ത 4 സിസ്റ്റേഴ്സ് അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ അത് അതിദാരിദ്ര്യത്തിൽ പെടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ അതിജീവനം അതിന് അവരെന്ത് വെച്ചാൽ തയ്യൽ, ചെറിയ അതും അവർക്കൊരു പ്രശ്നമുണ്ട്. അവരിത് പബ്ലിക്കാക്കാൻ പാടില്ല. അവരോട് സഭ പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ രാജിവെച്ച് പോക്കോ. അവരൊരു കോൺഗ്രിഗേഷൻ, ആ കോൺഗ്രിഗേഷൻ രാജിവെച്ചോളാൻ പറഞ്ഞാൽ പിന്നെ അവർക്കില്ല. മാത്രമല്ല ഇവരൊന്നിച്ച് നിൽക്കുന്നതാണ് ഇവരുടെ ശക്തി. അതിൽ തന്നെ ഒരു സിസ്റ്ററും അതിൽ നിന്ന് സഭയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞാൻ സഭയിൽ നിന്നുകൊണ്ട് എന്തിനാണ് വ്യഭിചാരം നടത്തുന്നത്, അതിൽ എനിക്ക് ഭർത്താവായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ. കല്യാണം കഴിച്ചു, അവർ കല്യാണം കഴിച്ചു ഒരു സിസ്റ്റർ. മറ്റൊരു കലാപം. അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞു ഇതിങ്ങനെ പട്ടിണി കിടക്കേണ്ട കാര്യം തിരിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത്രയ്ക്ക് ബുദ്ധിമുട്ടി 4 വർഷമായി ജീവിക്കുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഇവർ 2 സിസ്റ്റത്തിൻ്റെ ഇരകളാണ്. സർക്കാർ സിസ്റ്റത്തിൻ്റെ ഇരകളാണ്, മതത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇരകളാണ്. ഇവർക്ക് ഒരു ഗതി ഇല്ലാതായപ്പോഴാണ്, ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് മുമ്പാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ അവരന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഓപ്പൺ ആവാൻ പോകും, ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഭാവനയുടെ കാര്യത്തിൽ ഒരു പരിധി വരെ അത് വന്നല്ലോ, അവർ തന്നെ ഒന്ന് പറഞ്ഞല്ലോ. അത് ഒരു പക്ഷേ ഇവർക്കൊരു പ്രേരണയായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ. ഇനിയിപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട ആൾ ഒളിച്ചു താമസിക്കുകയും പീഡകൻ രാജ്യം മുഴുവൻ ഓടി നടക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇത് ചർച്ച വന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കന്യാസ്ത്രീ സമരത്തിന് വരുന്നത്. BBC, മറ്റേ ATV, ETV എല്ലാവരും ഇവിടെ വന്നിരുന്നു ചർച്ച ചെയ്യാനും ഇത് കാണാനും പലരുടെ അഭിപ്രായം എടുക്കാനും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് തന്നെ ലോകത്ത് തന്നെ വളരെ വളരെ പ്രധാനം. കേസുകൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോൾ ആസ്ട്രേലിയയിലെ ഒരു ബിഷപ്പിനെ കുട്ടികളെ പീഡിപ്പിച്ചതിന് സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ ബിഷപ്പിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ആ ബിഷപ്പിനെ പുറത്താക്കിയില്ല, പക്ഷേ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോന് ജലന്ധർ രൂപതയുടെ നേരിട്ടൊരു അധികാരം ഒന്നുമില്ല. പക്ഷേ അയാളാണ് അവിടെ ഭരിക്കണേ, അത് വേറെ കഥ. ഇതിപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം വേണ്ടല്ലോ, വേറെ ബിഷപ്പിനെ വെച്ച് ഭരിക്കാമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും ബിഷപ്പ് ഫ്രാങ്കോയിനെ അയാളുടെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി വർത്തിക്കാം, അത്രയെങ്കിലും മര്യാദ ചെയ്തു. പക്ഷെ അത്ര മര്യാദ പോലും സ്റ്റേറ്റ് ചെയ്യുന്നില്ല. ജനാധിപത്യപരമായി ഡെമോക്രാറ്റ് സ്റ്റേറ്റാണുള്ളത്, സ്റ്റേറ്റ് ചെയ്യണ്ടേ, സ്റ്റേറ്റ് കൂടി ഇവരുടെ കൂടെ നിൽക്കണമല്ലോ. പക്ഷെ അവിടെയും സ്റ്റേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഇലക്ഷനുണ്ട്, വോട്ടുണ്ട്. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ സ്റ്റേറ്റ് സംസ്ഥാനമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സംശയമില്ലാതെ ഇവരുടെ കൂടെ നിൽക്കല്ലേ വേണ്ടേ. ബിഷപ്പ് പറഞ്ഞാൽ 6 മണി ആയിക്കോട്ടെ, എന്താ വിരോധം? അതിന് ഈ ബിഷപ്പിനെ പിന്തുണച്ചു ഇവർക്ക് ക്രിസ്ത്യാനി വോട്ട് ചെയ്യാൻ പോകണ്ടോ? ഞാൻ കണക്കാക്കുന്ന, എനിക്ക് എറണാകുളം അതിരൂപതയിലെ കാര്യങ്ങളും അറിയാം. അങ്കമാലി എറണാകുളം അതിരൂപതയിൽ 99% ക്രിസ്ത്യാനികളും അച്ഛന്മാരും ഇപ്പോഴും ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നത് ബിഷപ്പ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് ആണല്ലേ. എൻ്റെ അനുഭവം. പക്ഷെ ബിഷപ്പല്ലേ എന്നാണ്. അതിനകത്ത് സാർ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു വിഷയം വന്നില്ല, നമ്മുടെ ഈ ബിഷപ്പ് തന്ത്രിയുടെ വിഷയത്തിനകത്ത് എത്രയോ പേർക്ക് എനിക്കറിയാം, അല്ലെങ്കിൽ വിവരമുള്ളവർക്ക് മാത്രം അറിയാം. തന്ത്രി അറിയാതെ അവിടെ മോഷണം നടക്കത്തില്ല, ഇതിനകത്ത് തന്ത്രിക്ക് അറിയാം. പക്ഷെ എന്നാലും തന്ത്രി അല്ലേ, ഹിന്ദു അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അറിയാമല്ലോ ഈ ഒരു പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ മര്യാദകൾ നടക്കുന്നുണ്ട്. പീഡനം വളരെ കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് പല കന്യാസ്ത്രീകളും നിൽക്കുന്നത്. ഇതിനകത്ത് 100-ൽ 100 പേര് അല്ലെങ്കിൽ ഈ അത് അനുഭവിക്കുമ്പോൾ 1-2 പേരല്ലേ വന്നിട്ടുള്ളൂ. അതിനകത്ത് ഒരാൾ വന്നതിൻ്റെ ഗുണം അറിഞ്ഞല്ലോ. അതിനകത്ത് ഇവർ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചോദിച്ചിട്ടില്ല, ആശങ്കപ്പെട്ട എന്തുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞില്ല നമ്മൾ ചോദിക്കുമല്ലേ, കോടതി ആ ചോദ്യത്തിന് ഉത്തരം അന്നേരം മുട്ടുമല്ലേ. അവർ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു, 2ാമത്തെ പ്രാവശ്യം പറഞ്ഞു, 13 വട്ടവും പറഞ്ഞു, എവിടെല്ലാം പരാതി പറയുന്നിടത്ത് മൊത്തം പറഞ്ഞു ഇപ്പോഴല്ലേ പറയുന്നത്. അപ്പം ആ പരാതി കേൾക്കാൻ പോലും ആളില്ല. സിസ്റ്റം അത്ര വലുതാണ്. ഇപ്പോഴും അവർ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ. മുഖ്യമന്ത്രി അടുത്ത് പറയുന്നില്ലേ, DGP അടുത്ത് പറയുന്നില്ലേ, SP അടുത്ത് പറയുന്നില്ലേ, എല്ലായിടത്തും പറയുന്നത് ആ സിസ്റ്റം. അപ്പം ഞാനീ പറഞ്ഞത് ഇതിനെ ഇപ്പം ചോദിച്ചു എന്തുകൊണ്ട് പിണറായി വിജയൻ അവിടെ ചെല്ലും, പിണറായി ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രി അത്ര കമ്മ്യൂണിസ്റ്റാന്ന് പറയുമ്പോഴും ഈ വിഷയം വെളിയിലോട്ടിട്ട് ചർച്ച ചെയ്യും. PC ജോർജ് ഉൾപ്പെടെ ഉള്ളവർ പറയും കന്യാസ്ത്രീകൾ മോശക്കാരാണ്, പ്രശ്നക്കാരാണ്, മറ്റതാണ് മറിച്ചതാണ്, അവർ കുഴപ്പക്കാരാണ്. ഇവർ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനമുള്ളവരുണ്ട് ഇസ്ലാമിസ്റ്റുകൾ തോന്നിവാസം കാണിക്കുന്നുണ്ടോ, എല്ലാത്തിനും ഇസ്ലാമിസ്റ്റുകളെ പിടിച്ചു, ഇസ്ലാമിസ്റ്റുകൾ അവിടെയും പൈസ കൊടുക്കും, അല്ലെങ്കിൽ അതിനകത്ത് കയറുന്നു. അപ്പോഴത്തേനും ഇവിടെ ഉള്ളവർക്ക് എന്നും അറിയാൻ മേത്ത സാധാരണക്കാരൻ ഉപകാരം കൊള്ളുമല്ലോ. ഈ പറയുന്ന പോലെ തന്ത്രിയുടെ കാര്യം പറയുമ്പോൾ താഴെയായിട്ട് അയ്യപ്പം ശരണം വിളിക്കുന്നവന് പറയുന്നതല്ലേ, തന്ത്രിയും ചെയ്യുന്ന എന്തോ സ്വാമിയെ ശരണം അയ്യപ്പ, പപ്പനും ചെയ്യുന്ന എന്തോ അയ്യപ്പൻ ചോദിച്ചോളൂ, എന്നിട്ട് അവിടുത്തെ സാധനം ഓടിച്ചുകൊണ്ട് പോകും. ഇത് ഈ ഒരു വിശ്വാസം അന്ധമായിട്ടുള്ള എന്താണെന്ന് അറിയാതെ ആ വിശ്വാസത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ജാതിയുടെ ആയാലും, ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ഇത് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഈ പറയുന്ന പോലെ പിതാവ് ചെയ്യുന്ന പരിപാടി ഇതാ, നമ്മളിൽ തന്തയുടെ കാര്യം തന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ പിതാവ് ചെയ്യുന്ന പരിപാടി ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, നിരന്തരമായിട്ട് പീഡിപ്പിക്കുക. ഇത് വെളിയിൽ പറയാൻ അവർക്ക് ഒക്കുന്നില്ല. ചിലർ വിചാരിക്കും പീഡിപ്പിച്ചോട്ട്, നമ്മളെന്ത് ചെയ്യാനും, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്തിനാ വഷളാവാൻ നിൽക്കുന്നത്. അതിനപ്പുറം നിന്ന് വൃത്തിയുടെ അവസ്ഥ സാറിപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മാർഗ്ഗമില്ല. തയ്യലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉപജീവന മാർഗം നടത്തേണ്ട ഒരു നേരത്തെ അറിയാം ഒരു സാറിന് ഒരു കൊച്ചിനെ ഈ പറഞ്ഞതുപോലെ സിസ്റ്റത്തിൻ്റെ ബലമാണ് ഞാനീ പറയുന്നത്. ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയിട്ട് തന്തയുടെ അടുത്ത് ഇത്ര ലക്ഷം രൂപ തരാം, ഏതോ അച്ഛൻ പിന്നെ അവസാനം ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനം കൂടെ ആണല്ലോ ഈ ഫ്രാങ്കോയുടെ കാര്യം പറഞ്ഞ പോലെ പുറകെ നിന്ന് ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടാൽ അതീവ സുന്ദരിയാ. ഇയാൾക്ക് അന്ന് 60 വയസ്സ് കണ്ടുള്ള 55 വയസ്സുണ്ട്, ഈ കൊച്ചിന് 15 വയസ്സേ ഉള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അപ്പം ആ സിസ്റ്റത്തിന്റെ മര്യാദകേടും അതിന്റെ ബലം എത്ര ഉണ്ടെന്നാണ്. പള്ളിയിൽ സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പള്ളി അധികാരികൾ ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞപ്പോൾ തന്ത തയ്യാറാകുന്നു ഭയന്ന്. അത്ര വലിപ്പത്തിലുള്ള സംഭവം. എന്തു സാറേ ഇപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കി. ജന്മിത്വവും പഴയ സംവിധാനവും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതിനെക്കാട്ടി വലിയ സിസ്റ്റവും ഭയവും ഒക്കെ അല്ലേ ഇപ്പം ഇതിന്റെ പുറകിലുള്ളത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഇതിനെ പൊളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്കും സാറിനും ഈ പറയുന്ന പിണറായി വിജയനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും മറ്റു പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ജനാധിപത്യ സമ്മേളനത്തിൽ കൂടി വരുമ്പം ഈ കള്ളക്കഥകൾ വരുമ്പോൾ അത് മറയുന്നുണ്ട്. എനിക്കെന്താ വേണം, അതിൻ്റെ വഴിക്ക് പോട്ടെ, എന്തെങ്കിലും ശരിയാവട്ടെന്ന് ഉള്ള ഒരു രീതിയാണ്. ഏതായാലും ഇത് വന്നത് കാര്യമായി കുറച്ചെങ്കിലും ആൾക്കാർ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമല്ലോ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴും സംഭവിക്കണം, നാളെയും പ്രതീക്ഷിക്കാം. എന്തായാലും സിസ്റ്റർ ആനിറ്റ് സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അത് അവർക്ക് വിജയം വരെ തുടരാൻ കഴിയട്ടെ. എനിക്ക് തോന്നുന്നു കേരളീയ സമൂഹം എല്ലാ ഭിന്നതയും മറന്ന് അവരെ പിന്തുണക്കണം നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം. തീർച്ചയായും.